ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ 2025 ഫസ്റ്റിലെ വീഡിയോ ആണിത്. ന്യൂ ഇയറൊക്കെ ആയി, എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ രണ്ട് ചെറിയ റെസിപ്പീസും അതുപോലെ തന്നെ വിൻ്റർ വെക്കേഷൻ സമയമായിരുന്നു. അപ്പോൾ ആ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതുപോലെയുള്ള ഐറ്റംസാണ്. ഇത് നമ്മൾ ഗോതമ്പം വെച്ചതെന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടുള്ള ഓൾ വീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഞാൻ തലേദിവസം രാത്രി സോക്ക് ചെയ്യാൻ വെക്കും. അതല്ലെങ്കിൽ ഇവിടെ വീറ്റ് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ്. അപ്പോൾ അത് സോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് അതിൽ മധുരം ഇട്ടിട്ടാണ് ഇത് വെക്കുക. അപ്പോൾ ശർക്കര ഒഴിക്കും, പിന്നെ കുറച്ച് തേങ്ങാപ്പാലും തേങ്ങ ഒന്ന് ചെറിയ ജീരകം വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് നമ്മൾ ഒതുക്കിയെടുക്കാമെന്ന് പറയും. നമ്മൾ ചമ്മന്തിയുടെ ആ ഒരു ചമ്മന്തിയുടെ പരുവമൊക്കെ അതുപോലെ ഒന്ന് മിക്സിയിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങയൊന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കൂളിലും ഒന്നും പോകുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം സ്കൂളിലോട്ട് ഇതൊന്നും കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ. കൊടുത്തുവിടാനൊക്കെ പറ്റും, പക്ഷേ പിള്ളേർക്ക് കഴിക്കാനൊക്കെ വലിയ കുട്ടികളാണെങ്കിൽ ഓക്കെ, ചെറിയ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി ഇതുപോലെ ഗോതമ്പ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അധികം വെള്ളമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നനച്ച് വെക്കും. അപ്പോൾ അത് കുക്കായിട്ട് വരാൻ വേണ്ടി കുറച്ച് ഈസിയാണ്. നല്ല വെള്ളത്തിലിട്ടിട്ട് നമ്മൾ അരി ഉഴുന്നൊക്കെ സോക്ക് ചെയ്യുന്ന പോലെയല്ല, കുറച്ചൊന്ന് നനച്ച് വെക്കുക എന്നാണ് പറയുക. അപ്പോൾ അത് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ശർക്കര പാനി കാച്ചിട്ട് അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ശേഷം ഞാനിതാ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് തേങ്ങാപ്പാലും അതിൽ ഒഴിക്കാറുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചെറിയ ജീരകം വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കും. എന്നിട്ട് അതുകൂടെ ചേർക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് എക്സ്ട്രാ വറവിടുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതാ ഞാൻ ആ തേങ്ങ കൂടെ ഒന്ന് ചതച്ചെടുത്ത തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ജീരകവും തേങ്ങയും കൂടെ. പിന്നെ ശർക്കര ഞാൻ കുറച്ച് ശർക്കരയും കുറച്ച് പഞ്ചസാരയാണ് എടുക്കാറ്, കാരണം ശർക്കര മാത്രം എടുക്കുമ്പോൾ ചില ശർക്കരയ്ക്ക് ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരാറില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ലാസ്റ്റിൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗീ കൂടെ ചേർക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. അതും കട്ടൻ ചായയാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. നെക്സ്റ്റ് നമുക്കൊരു 1 പോട്ട് ലഞ്ച് റെസിപ്പിയാണ്. ഇപ്പം ലഞ്ചിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതും, ഇപ്പം ഈവൻ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും റൈസൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനും പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ഒരു പാനിലോട്ട് ബട്ടറും ഗീയും കൂടെ രണ്ടും കൂടി ഈക്വലാണ് എടുക്കുന്നത്. ബട്ടർ മാത്രമാണെങ്കിൽ എടുക്കാൻ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഏലക്കായ, പിന്നെ ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ ചെറിയ ജീരകം അതുകൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസിൻ്റെ അളവിനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ഒന്നും ആവണ്ട. അതിനുശേഷം അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ 2 തക്കാളി, അതല്ലെങ്കിൽ 1.5 തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ തക്കാളി അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1.5 ഇട്ട് കൊടുത്തത്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളി വഴറ്റുന്ന സമയത്ത് എന്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കാറില്ല. ഞാൻ എപ്പോഴും തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർക്കാറ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം ഇതിലോട്ട് മല്ലിയില, പുതിനയില ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സ്പൈസ് പൗഡേഴ്സാണ് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഒരെണ്ണം ആയാലും കുഴപ്പമില്ല. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കുക. ഇത് മിൻസ്ഡ് മീറ്റ് ആയതുകൊണ്ട് തന്നെ പ്രഷർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ കുക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഇതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള റൈസും കൂടി കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം 1 കപ്പ് റൈസിന് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. പിന്നെ അതിലും കുറച്ച് വെള്ളം ഞാൻ അധികം ചേർക്കാറുണ്ട്, കാരണം ഇത് പ്രഷർ കുക്കറല്ലല്ലോ, നമ്മൾ അല്ലാതെ കുക്ക് ചെയ്തെടുക്കില്ല. അപ്പം വെള്ളം ഇനി എങ്ങാനും കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ ഞാനൊരു അര കപ്പ് കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ജീരകശാലയിലും ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്ന ജീരകശാല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നാടൻ ഫ്ലേവറല്ല. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു നാടൻ ഫ്ലേവറുള്ള റൈസല്ല, ഒരു നോർത്ത് ഇന്ത്യൻ പുലാവിൻ്റെ ഒക്കെ പോലെയുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ്മതിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മീറ്റിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മൾ 2 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ അതിനൊരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ മിൻസ്ഡ് മീറ്റ് എടുക്കുക. മീറ്റ് നമുക്ക് എളുപ്പം തന്നെ കുക്കായി കിട്ടും. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതായിരുന്നു 1 പോട്ട് ലഞ്ച് റെസിപ്പി. അടുത്തത് എല്ലാ വിൻ്റർ സമയത്തും നമ്മൾ ഉണ്ടാക്കുന്ന പ്ലം കേക്ക്. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയാൽ ഞാൻ ഫുൾ റെസിപ്പി കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ചാനലിൽ 2 ടൈപ്പൊക്കെ ഞാൻ കാണിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാറ്. കാരണം പിന്നെ ആദ്യത്തെ ദിവസം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം അധികം ചൂടൊന്നും ഇല്ലാത്തത് കാരണം പിന്നെ എനിക്കൊരു പേടി എങ്ങാനും കേട് വരുമെന്ന്, അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഒന്നൊന്ന് എന്താ പറയുക, ഈ ഫ്രൂട്ട് മിക്സ് ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കാം. പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാം മെഷറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇവിടെ കിഡ്സിനൊന്നും പ്ലം കേക്ക് ഇഷ്ടമല്ല. കേക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലെ ഫ്രൂട്ട്സും റേസിൻസും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം നുള്ളി വെച്ചിട്ടാണ് അവർ കഴിക്കുക. അപ്പം എനിക്കൊന്നും കിഡ്സിന് നോർമലി നമ്മുടെ സാധാ ടീ കേക്ക്സും മാർബിൾ കേക്കൊക്കെ ആയിരിക്കും അവർ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ബേക്കിംഗ് എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഇതുപോലെ നമ്മൾ സാധനങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം. എന്താ പറയുക, ഒരു മീ ടൈം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് എനിക്ക്. അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ ഫ്രൂട്ട് മിക്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് അധികമുണ്ട്, ഞാൻ സാധാരണ ഇത്ര ഇടാറില്ല. അപ്പോൾ ഇനി ഇത് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട്സ് ഇല്ല. അപ്പോൾ ഞാൻ കരുതി എല്ലാം കൂടി ഇതിൽ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് സാധനം ബേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. പക്ഷേ ഈവൻ പ്ലം കേക്ക് ആകുമ്പോൾ അതിന് വേറെ തന്നെ, കാരണം അതിൽ കുറച്ച് സ്പൈസ് പൗഡേഴ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വേറെ തന്നെ ഒരു സ്മെല്ലാണ്. നല്ലൊരു അറോമാറ്റിക് ആയിരിക്കും നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ബേക്ക് ചെയ്ത് കഴിഞ്ഞു. കേക്ക് ഞാൻ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതെടുക്കുന്നത്. എനിക്കിപ്പോഴും അപ്പോഴാണ് കുറച്ചും കൂടെ അതൊന്ന് ഇരുന്ന് ടേസ്റ്റായിട്ട് തോന്നുന്നത്. ഞാനിതുപോലെ ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് പിന്നെ ക്ലിംഗ് ഫിലിം കൊണ്ട് ഒന്നും കൂടെ ഒന്ന് റാപ്പ് ചെയ്തിട്ടെടുക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്ക് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. പണ്ട് എനിക്കും ഈ ഒരു പ്ലം കേക്ക് എന്ന് പറയുന്ന സംഭവം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനോട് ഒരു ഇഷ്ടം തോന്നി. ഞാൻ UAE വന്ന സമയത്ത് ദുബായിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മലയാളി ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ നല്ല പ്ലം കേക്ക് ആ ഒരു മീൻസ് മറ്റേ എന്താ പറയുക, ക്രിസ്മസ് സീസൺ അല്ലാത്ത എല്ലാ സീസണിലും അവിടെ ആ ഒരു കേക്ക് ഉണ്ടാവുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചാണ് പിന്നെ ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. പിന്നീട് നമ്മളിങ്ങനെ സ്വയം എന്താ പറയുക, ഇങ്ങനെ ഓരോ ട്രയൽ ആൻഡ് എറർ പോലെ ഓരോന്ന് ഉണ്ടാക്കി ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യാറ്. എല്ലാ ഇയറും ഒരെണ്ണം ഉണ്ടാക്കും. പിന്നെ ചില ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ UAE വിൻ്റർ ടൈമിൽ വരുന്ന വേറൊരു സംഭവമാണ് ഈ ഒരു സംഭവം. ഇതൊരു മാർക്കറ്റാണ്, ഒരു വിൻ്റർ മാർക്കറ്റ്. ഞങ്ങൾ പോയത് ക്രിസ്മസിൻ്റെ 25 ഡിസംബറിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫുൾ ക്രിസ്മസ് തീമായിരുന്നു. ഞാൻ മെയിൻ ഇവിടെ പോകുന്നത് അവിടെ കുറച്ച് നമ്മൾ സ്ഥിരം കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വാങ്ങിച്ചിട്ട് കഴിക്കും അങ്ങനെ. അപ്പോൾ ഒരു ഈവനിങ് പോയതായിരുന്നു. ഞാനിവിടെ പോകാൻ തുടങ്ങിയ മുതലേ തന്നെ ഈ ഒരു ബാൻഡാണ് കേട്ടോ സ്ഥിരമായിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഈ ഒരു ക്രിസ്മസ് ഡേ ഒന്നും അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. എപ്പോഴും അതൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയറിനോട് അടുപ്പിച്ചിട്ടാണ് പോകാറ്. ഇത്തവണ ക്രിസ്മസ് ഡേയിലാണ് പോയത്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു.
ഈ ഒരു സാധനമാണ് ഞാൻ അവിടുന്ന് മുടങ്ങാതെ വാങ്ങിക്കഴിക്കുന്നത്. ഇതൊരു ഹോട്ട് ഡോഗൊക്കെ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് പോലെയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സാധനമാണ്. അതിങ്ങനെയാണ് ഈ ഒരു ഹോട്ട് ഡോഗ് ബൺസ് എല്ലാവരും കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ബൺസ് ഒന്ന് ചൂടാക്കിയിട്ട് അത് കാണാൻ തന്നെ നല്ല രസമാണ്. ഞാൻ നോർമലി ഹോട്ട് ഡോഗ്സ് ഒന്നും ഞാൻ കഴിക്കാറില്ല, ഞാൻ തന്നെ വാങ്ങിച്ച് കുക്ക് ചെയ്ത് കഴിക്കാറില്ല. പക്ഷേ ഇവിടുത്തതും അതുപോലെ തന്നെ എനിക്കൊരു തവണ എത്തിഹാദ് ഫ്ലൈറ്റിൽ പോയപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയൊരു ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയൊരു ഹോട്ട് ഡോഗ് ഉണ്ടായിരുന്നു. അത് രണ്ടുമാണ് ഞാൻ കഴിച്ചതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. വേറൊന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാനും തോന്നാറില്ല. നെക്സ്റ്റ് അതുപോലെ ഒരു വീക്കെൻഡിൽ നമുക്ക് ഹോളിഡേ ആയിരുന്നല്ലോ, ഒരു 15 days നമുക്ക് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈവനിങ്സൊക്കെ ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും പോകും. അപ്പോൾ ഇതും ഒരു വിൻ്റർ അട്രാക്ഷനാണ്. ഇത് ഷാർജയിലാണ്, മലിഹ റോട്ടിൽ. ഇത് എന്താ പറയുക, ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ ആനുവലി നടത്തുന്ന ഒരു സംഭവമാണ്. ഇവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ട്, അതെല്ലാം ഫ്രീ ആണ്. പിന്നെ കുറേ എമിറാത്തി ക്യൂസീൻ നമുക്ക് ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാം, ഫുഡ് ഐറ്റംസ്. അപ്പം അവിടെയും ഇതുപോലെ ഒരു ഈവനിങ് നമ്മൾ പോയി. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര നല്ല ക്ലൈമറ്റ്, നമുക്കിങ്ങനെ പുറത്തോട്ട് പോകാൻ തോന്നുന്ന ഒരു ക്ലൈമറ്റാണ്. ഈ ഒരു റൈഡ്സൊക്കെ എല്ലാം ഫ്രീ ആണ്. കൂട്ടത്തിൽ നല്ല നമുക്ക് മീൻസ് വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല രസമുള്ള റൈഡ്. ഇത് അവരിങ്ങനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കൊണ്ടുവരും. ഇതിൻ്റെ ഹോണിൻ്റെ സൗണ്ടൊക്കെ നല്ല രസമായിരുന്നു. ഇതുപോലെ കുറേ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് വാങ്ങിക്കാനും വേണ്ടി പറ്റും, ജസ്റ്റ് നമുക്ക് കാണുകയും ചെയ്യാം. പക്ഷെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയായിരുന്നു, നമ്മളെക്കാളും വിലയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പെറ്റ്സിനെന്ന് പറയാം. പിന്നെ നമ്മൾ നല്ല ഒരു ഈവനിങ് കണ്ടു. ഇത് ഡെസേർട്ടിലായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഓഫ് റോഡ് വരാനുണ്ട്. സൺസെറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അന്നത്തെ വെതറും ഒരു മൂടി ക്ലൗഡി വെതറായിരുന്നു. പിന്നെ ഇതുപോലുള്ള ഡെസേർട്ട് ക്വാഡ് ബൈക്സൊക്കെ ഉണ്ടായിരുന്നു, അതും എല്ലാം ഫ്രീ ആണ്. ക്വാഡ് ബൈക്സൊക്കെ ചെറിയ കുട്ടികൾക്കാണ്, അത് കുട്ടികൾ അവർ തന്നെ കൂട്ടത്തിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വേറെ റിസ്ക് ഒന്നുമില്ല. ഇതെല്ലാം നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളാണ്. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് അത് കുറേ എന്താ പറയുക, പലതരത്തിലുള്ള കഫേകളുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള ട്രഡീഷണൽ സാധനങ്ങളും വിൽക്കാനുണ്ട്. ഞാൻ ഇങ്ങനത്തെ സ്ഥലത്ത് പോയാൽ എപ്പോഴും ബർഗേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. കാരണം ബർഗേഴ്സൊക്കെ നമുക്ക് എപ്പോഴും കഴിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പം റഗാഗൊക്കെ പുറത്ത് ഷോപ്പിലും ഉണ്ട്, പക്ഷേ ഇവർ ഒതൻറ്റിക്കായിട്ട് ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റ് കാണാറില്ല. പിന്നെ ഇതുപോലെ കുഞ്ഞു ഹട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇരുന്ന് കഴിക്കാനും നല്ലതായിരുന്നു. അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. UAE-ലുള്ളവരാണെന്നുണ്ടെങ്കിൽ വിൻ്ററിൽ ഇൻഷാല്ല ഇനിയിപ്പം ഇയർ കഴിഞ്ഞു, ഇത് കുറച്ച് ഡേയ്സേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ വിൻ്ററിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇത്. നമുക്ക് ന്യൂ ഇയറിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മുടെ ഈ ഒരു ഇയറിൽ 2024 ലാസ്റ്റിൽ ഒരു കേക്ക് ഓർഡറാണ്. ഒരു മോം ടു ബി കേക്കായിരുന്നു. അപ്പം ഞാനത് പാക്ക് ചെയ്തിട്ട് ആദ്യം വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാൽക്കണിയിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ കയ്യിൽ മണ്ണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വെച്ചു. അവർ വന്നാൽ വേഗം എടുത്ത് കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പോവാണ്. മുൻപത്തെ വീഡിയോയിൽ വർസാനിന്ന് വാങ്ങിച്ച ചെടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ഒരു ഫസ്റ്റ് വണ്ണാണ് വർസാനിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ തൊട്ടടുത്തുള്ളത് എൻ്റെ കയ്യിൽ മുമ്പേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ശോഷിച്ച് തുടങ്ങിയപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഇനി അതെങ്ങാനും പോകുമെന്ന്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു. ആ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് പോട്ട് ചെയ്തിട്ട് ആണ് വെച്ചത്. അതാണ് ഇപ്പോൾ ഇത്ര വലുതായിട്ട് വന്നത്. പിന്നെ ഈ പെറ്റൂണിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അന്ന് വാങ്ങിച്ചതിലുള്ള ആ ഒരു റോസ് ചെടി. ഇത് ചെറുതായിരുന്നു, ഇത് വളരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് പോയാൽ 5 തിറ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 5 തിറ അല്ലേന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് നന്നായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഈവനിങ് പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു, ഫയർ വർക്ക്സ് കാണാൻ. പണ്ടൊക്കെ ഞാൻ വളരെ ഉച്ചയ്ക്ക് തന്നെ നേരത്തെ പോയിട്ട് ബുർജ് ഖലീഫിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ ടൈം, ഒരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഫയർ വർക്ക്സ് കാണാറുണ്ടായിരുന്നു. ആക്ച്വലി ഇത്തവണ പോകാൻ നമ്മുടെ ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ റാസൽ ഖൈമയിൽ ഇത്തവണ എന്താ പറയുക, ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കാറിൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അത് കണ്ടപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് വെച്ചു. പിന്നെ പെട്ടെന്ന് വിചാരിച്ചു വേണ്ട അത്രയും ദൂരം പോകണ്ടേന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു റാസൽ ഖൈമയിലോട്ട്.
നമ്മളൊരു 7 o'clock കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. പക്ഷെ നമ്മൾക്ക് വളരെ സ്മൂത്തായിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റി. അവരുടെ ഇത്തവണത്തെ അറേഞ്ച്മെൻറ്റ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കൊരു ട്രാഫിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ലോട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ കാറിൽ തന്നെ ഇരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ടെൻ്റ് അടിച്ച് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമായില്ല. വണ്ടി തന്നെ ഇരുന്നു. അടിപൊളിയായിട്ട് ഫയർ വർക്ക്സ് കണ്ടു. ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. അതായിരുന്നു കൗണ്ട് ഡൗണിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷമായിരുന്നു അടിപൊളിയായിട്ടുള്ള ഫയർ വർക്ക്സ്. മറ്റേത് ബുർജ് ഖലീഫയുടെ അവിടെ ആകുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഒക്കെ കുറേ എന്താ പറയുക ഡിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞ് ഫയർ വർക്ക്സിൻ്റെ പിന്നെ അങ്ങ് നടത്തോ വണ്ടിയുടെ അടുത്തോട്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് അതൊന്നും ഉണ്ടായില്ല. വണ്ടി തന്നെ ഇരുന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ചോദിച്ചു അവരോട് ഏത് സൈഡിൽ നിന്നാണ് ഫയർ വർക്ക്സ് വരിക. കാരണം നമ്മൾ റാസൽ ഖൈമയിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്താൽ മതി എന്നിട്ട് അവർ കാണിച്ചു തന്നു. എന്നിട്ട് ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഫയർ വർക്ക്സ് വരികയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി തന്നെ ഇരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇയറെങ്കിലും സ്ഥിരമായിട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.